ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ഷുവർ ആയിട്ടും ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ദാ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്ന്, ഗതാഗത മാർഗങ്ങൾ ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 3 ഗതാഗത മാർഗങ്ങളാണല്ലേ ഉള്ളത്. യെസ്, 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഏതാണെന്ന് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് പറയും, അല്ലെങ്കിൽ ഈ ഗതാഗത മാർഗങ്ങളുടെ അഡ്വാൻറ്റേജസ് എന്താണെന്നായിരിക്കും നമ്മുടെ ചോദ്യം. റെഡി? യെസ്, അപ്പൊ ഒന്നുകൂടെ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. 3 ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് ഒന്നാമത്തേത്, ലാൻഡ് ട്രാൻസ്പോർട്ട് കരഗതാഗതം രണ്ടാമത്തേത്, ജലഗതാഗതം വാട്ടർ ട്രാൻസ്പോർട്ട് മൂന്നാമത്തേത് ഏതാണ്? എയർ അല്ലെ, അംഗ്സ്യം എന്ന് പറഞ്ഞു പോകുന്ന വ്യോമഗതാഗതമാണ്. ഓക്കെ, അപ്പൊ 3 ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് എന്തുണ്ട്? ആദ്യം നമുക്ക് കരഗതാഗതം ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലെ, ലാൻഡ് ട്രാൻസ്പോർട്ട്. അതായത് പെട്ടെന്ന് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ എങ്ങനെ പഠിക്കാം, നമ്മുടെ റോഡൊക്കെ ഇല്ലേ, റോഡൊക്കെ എങ്ങനെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ടില് പെട്ടതാണ്. രണ്ടാമത്തേത് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം വാട്ടർ ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പൊ ജലം എന്താണ്? നമ്മുടെ ഓഷ്യൻസ്, സീ, പുഴകൾ ഇതിലൊക്കെ പോകുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഏതാണ്? മൂന്നാമത്തേത് അങ്ങ് ആകാശത്ത് അല്ലെ, വിമാനങ്ങളൊക്കെ അത് ഏതിലാണ് പെടുക? എയർ ട്രാൻസ്പോർട്ട്, വ്യോമ ഗതാഗതത്തിലാണ് പെടുന്നത്. എയർ ട്രാൻസ്പോർട്ട്. അത് നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കുക? ഒരു വിമാനത്തിൽ ചിത്രം ഓർത്തിട്ട് പഠിക്കാം. ഓക്കെ, ഇതൊരു വിമാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം എയർ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ 3 ഗതാഗതമാണ് നമുക്കുള്ളത്. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതെങ്ങനെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ട്? ലാൻഡിലൂടെ പോകുന്ന ട്രാൻസ്പോർട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ട്? ഒന്ന് റോഡിലൂടെ പോകുന്നത്, അതായത് ബസ്, ലോറി, കാർ, ഇതൊക്കെ എങ്ങനെയാ പോകുന്നത്? റോഡിലൂടെയാണ് അല്ലെ. പിന്നെ രണ്ടാമത്തേത് കരയിലൂടെ പോകുന്ന രണ്ടാമത്തേത് ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ട്. നമ്മുടെ ട്രെയിൻ ഒക്കെ എങ്ങനെയാ പോകുന്നത്? റെയിലിലൂടെയാണ്, റെയിൽ ലൈൻസിലൂടെയാണ് അല്ലെ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ജലഗതാഗതം എങ്ങനെയാണ്? ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, മാരിടൈം ട്രാൻസ്പോർട്ടും ഉണ്ട്. ഉൾനാടൻ ഗതാഗതവും അല്ലെങ്കിൽ കടൽ ഓർ സമുദ്ര ഗതാഗതവും ഉണ്ട്. ഓക്കെ, അപ്പൊ ഉൾനാടൻ ഗതാഗതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾനാട്ടിലൂടെ ഉണ്ടാവുന്ന ചെറിയ ബോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതാണ് ഉൾനാടൻ ഗതാഗതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടൽ സമുദ്ര ഗതാഗതം എന്ന് പറഞ്ഞാല് വലിയ ഷിപ്പൊക്കെ ഉണ്ടാവില്ലേ കടലിലൂടെ പോകുന്നത്, അതാണ് എന്ത്? കടൽ ഓർ സമുദ്ര ഗതാഗതം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഏതാണ്? എയർ ട്രാൻസ്പോർട്ട് അല്ലെ. അത് നമുക്ക് എന്തുണ്ട്? ദേശീയ ഗതാഗതവും ഉണ്ട്, അന്തർദേശീയ ഗതാഗതവും ഉണ്ട്, ഇന്റർനാഷണലും ഉണ്ട്, നാഷണലും ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ കരഗതാഗതം ലാൻഡ് ട്രാൻസ്പോർട്ട് 2 രീതിയിലുണ്ട്. ഒന്ന് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും മറ്റൊന്ന് റെയിലിലൂടെ പോകുന്ന നമ്മുടെ ട്രെയിനൊക്കെ. ഓക്കെ, ട്രെയിൻ ട്രാൻസ്പോർട്ടും ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ റോഡ് ഗതാഗതവും ഉണ്ട്, റെയിൽ ഗതാഗതവും ഉണ്ട്. ആൻഡ് ഓൾസോ ഇത് എങ്ങനെയായിരിക്കും ഈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്? ലാൻഡിലൂടെ ഉള്ളതാണ് അല്ലെ. ക്ലിയർ ആണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. ഓക്കെ, രണ്ടാമത്തേത് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്, ജലഗതാഗതമാണ്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, മറ്റൊന്ന് മാരിടൈം ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉൾനാടൻ ഗതാഗതം. ഈ ഒരു പിക്ചറിൽ നോക്കിയേ, ഒരു ഉൾനാടൻ പ്രദേശത്തിലൂടെ ചെറിയൊരു ഷിപ്പ് പോകുന്നുണ്ട് അല്ലെ, ചെറിയൊരു ബോട്ട് പോകുന്നുണ്ട്, ഒരു തോണിയൊക്കെ തൊഴിഞ്ഞു പോലെ, അതാണ് എന്ത്? നമ്മുടെ ഉൾനാടൻ ഗതാഗതം എന്ന് പറയുന്നത്. ഇനി കടൽ സമുദ്ര ഗതാഗതം എന്ന് പറഞ്ഞാൽ വലിയ ട്രേഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, കച്ചവടത്തെ ആവശ്യത്തിനൊക്കെ വേണ്ടി വലിയ ഷിപ്പുകളൊക്കെ പോയല്ലേ ഓഷ്യൻസിലൂടെ, സീയിലൂടെയൊക്കെ. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, കടൽ ഗതാഗതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പണ്ട് ആളുകൾക്ക് എന്തിനു കഴിഞ്ഞില്ല? അവർക്ക് വലിയ വാട്ടർ ബോഡീസ് ഒന്നും ഇങ്ങനെ മുറിച്ചു കിടക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് നമ്മുടെ റോഡൊക്കെ മുറിച്ചു കിടക്കും പോലെ ഇങ്ങനെ വെള്ളമുള്ള ഏരിയയിൽ നിന്ന് അക്കരെ എത്താൻ ഇവർക്ക് കഴിയാത്ത ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തേത് ഏതാണ്? വ്യോമ ഗതാഗതം അല്ലെ, എയർ ട്രാൻസ്പോർട്ട് ആണ്. അത് ദേശീയ ഗതാഗതവും ഉണ്ട്, അന്തർദേശീയ വ്യോമ ഗതാഗതവും ഉണ്ട്. ഇന്റർനാഷണൽ എയർവേസും നാഷണൽ എയർവേസും. അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയോ? നാഷണൽ എയർവേസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അകത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ എയർവേസ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴോ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നാഷണൽ എയർവേസ് ആണ്, ദേശീയ വ്യോമ ഗതാഗതമാണ്. ഇനി ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്റർനാഷണൽ ആണ് അല്ലെ, ഒരു രാജ്യത്ത് നിന്ന്
മറ്റൊരു രാജ്യത്തേക്ക് പോകാനാണ് നമ്മൾ ഇന്റർനാഷണൽ എന്ത് ഉപയോഗിക്കുന്നത്, എയർവേസ് ഉപയോഗിക്കുന്നത്. അതായത് അന്തർദേശീയ വ്യോമഗതാഗതം ഉപയോഗിക്കുന്നത്. റെഡി ആണോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇതാണ് ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും അതേപോലെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിലും ഏതാണ് ആളുകൾ പ്രിഫർ ചെയ്യുക? നമ്മുടെ എയർ ട്രാൻസ്പോർട്ട് ആണ്, വ്യോമഗതാഗതമാണ് അല്ലേ? ഓക്കെ. അപ്പൊ വാട്ടർ ട്രാൻസ്പോർട്ട് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാറ്? വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മെയിൻലി ഉൾനാടൻ പ്രദേശത്തിലൊക്കെ എന്താണ് ചെറിയ തോണികളൊക്കെ കാണാം. അതേപോലെ കച്ചവടങ്ങൾക്ക് വേണ്ടി വലിയ ബൾസ് ഒക്കെ എന്താണ് വാട്ടർ ബോഡീസിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ റോഡ് വഴിയുണ്ട്, റെയിൽ വഴിയുണ്ട്. ഇതാണ് ഏറ്റവും ചീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 3 ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്ന് ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പൊ ഉറപ്പിച്ചോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഷോ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ. അപ്പൊ ക്ലിയർ ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, then bye. Thank you.